എന്താ കുഴപ്പം? എന്താ ഇയാളുടെ പ്രശ്നം? ഓ, കണ്ടാലും മതി. MD ആണ് പോലും, MD. 24 മണിക്കൂറും MD. ഒന്നും മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റില്ലേ? MD. ഓ, ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കോ എന്തോ. ആ, കല്യാണം കഴിഞ്ഞാ പിന്നെ കൂടെ കാണുമല്ലോ, ഇവിടെ തന്നെ. ഏയ്, അങ്ങനെ ആയിരിക്കില്ല. കല്യാണം കഴിഞ്ഞാ ആള് പിന്നെ എന്നെ എങ്ങോട്ടും വിടുന്നു തോന്നില്ല. എന്റെ ഫ്രീഡം എല്ലാം പോയി. ആഹാ, ഈ മനുഷ്യനൊന്ന് ഫോൺ എടുത്താൽ എന്താ കുഴപ്പം? എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ, ഞാനാ തല കൊണ്ട് മുട്ടയടിപ്പിക്കും. ഓ പിന്നെ സിദ്ധുവേട്ടൻ അങ്ങ് സമ്മതിക്കാൻ പോവല്ലേ മുട്ടയടിക്കാൻ? ഓ, നീ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുമായിരുന്നോ? സിദ്ധുവേട്ടനെ ഇപ്പോഴുള്ള ഹെയർ സ്റ്റൈൽ തന്നെയാ ചേർച്ച. അതൊക്കെ മതി. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ചേച്ചിക്ക് ഒരു രഹസ്യം അറിയോ? എന്ത് രഹസ്യം? ആ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടേ എന്റെ അച്ഛൻ സിദ്ധുവേട്ടന് ഒരു ഇരട്ട പേരിട്ടിട്ടുണ്ട്. ഇരട്ടപ്പേരോ? ആ, എന്തിരട്ടപ്പേര്? വെളിച്ചപ്പാട്. വെളിച്ചപ്പാടോ? ഓറഞ്ഞ തൊള്ളു. എടി, നിന്റെ അച്ഛനാള് ഭയങ്കരനാണല്ലോ. അടിപൊളി പേര്. യോ, ഞാൻ പറഞ്ഞൊന്നും പോയി പറഞ്ഞേക്കല്ലേ. ഏയ്, ഇപ്പൊ ഞാൻ അറിഞ്ഞ ഭാവം നടിക്കത്തില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഞാൻ വിളിക്കും, സിദ്ധാർത്ഥൻ വെളിച്ചപ്പാടേന്ന്. ഇങ്ങനെ അടിപൊളിയല്ലേ? അങ്ങനൊന്നും പോയി പറയല്ലേ. മോളെ. ആ, ആമി. എടാ, പൂജമോൾ എപ്പോ വരും പറഞ്ഞിട്ടാ പോയത്? സിദ്ധു വിളിച്ചായിരുന്നു ഇപ്പൊ. സിദ്ധുവേട്ടൻ വിളിച്ചോ? ആ, എപ്പോ വിളിച്ചു? ദേ ഇപ്പൊ വിളിച്ചേ ഉള്ളൂ. ഇങ്ങോട്ട് വരികയാണ് പൂജയെ വിളിച്ചോണ്ട് പോവാനെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചേ ഉള്ളൂ. പ്രാവശ്യം ട്രൈ ചെയ്തതാ, ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. പൂജയെ വിളിച്ചോണ്ട് പോവാൻ ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു, പക്ഷെ അവളെ എടുക്കുന്നില്ലാന്ന്. അവള് നിന്നോട് എന്ത് പറഞ്ഞിട്ടാ പോയത്? ആ, അവൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. തോന്നിയെന്നോ? അപ്പൊ നീ ഒന്നും ചോദിച്ചില്ലേ? അത് സിദ്ധുവേട്ടനെ സ്വപ്നം കണ്ടോണ്ടിരുന്ന് കാണും, പിന്നെ അങ്ങനെ ചോദിക്കും. ഒന്ന് പോടി. ഞാനേ സ്വപ്നം കണ്ടൊന്നും അല്ല, ഞാനൊരു വർക്ക് ഫിനിഷ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഓ, എന്നാലും ആ കൊച്ചിനെ ഒറ്റയ്ക്ക് വിട്ടത് കഷ്ടമായിപ്പോയി മോളെ. അതൊറ്റയ്ക്ക് പോയതൊന്നും അല്ല, അതിന്റെ ഇഷ്ടത്തിന് പോയതാ. ഒന്നും മിണ്ടിയതുമില്ല. നീ ഒന്ന് വിളിച്ചു നോക്കിയേ കാഞ്ചു. ഒന്ന് വിളിച്ചു നോക്കി. ആമി, അവൾ ഇപ്പൊ വരും. അടുത്ത മെഡിക്കൽ സ്റ്റോർ ഇല്ലാതായപ്പോ അവൾ അപ്പുറത്തെങ്ങാനും പോയി കാണും. ഇപ്പൊ വരും. ഉത്തരവാദിത്തത്തോടെ ഇവിടെ കൊണ്ട് നിർത്തിയതല്ലേ. മെഡിസിൻ വാങ്ങിക്കാൻ ഒറ്റയ്ക്ക് വിട്ടു എന്ന് പറഞ്ഞാ അത് മോശമല്ലേ മോളെ? സൊനാലിന്നാണെങ്കിൽ ദിവസത്തില് 2-3 തവണ ആ മമ്മി പൂജയെ വിളിച്ച് സംസാരിക്കും. അച്ഛനും അമ്മയില്ലെങ്കിൽ എന്താ, അതിനേക്കാളൊക്കെ സ്നേഹിക്കുന്ന ഒരു മമ്മിയാ അവൾക്ക് കിട്ടിയത്. ഭാഗ്യം ചെയ്ത കുട്ടിയാ. എന്നെ പോലെ അല്ല അമ്മി? പൂജയെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്കും അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ. നിനക്കേ അച്ഛനും അമ്മയില്ലെന്ന് ആര് പറഞ്ഞു? നിന്റെ അച്ഛനും അമ്മയൊക്കെ ഞാനല്ലേ, ഈ ആമിയല്ലേ? മിണ്ടാതിരുന്നു. കിട്ടുന്നില്ലേ? ഇല്ല, കിട്ടുന്നില്ല. കാഞ്ചു, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കടി. അയ്യോ, സിദ്ധുവേട്ടൻ. അതിലിപ്പോ എന്താ? എടുക്ക്, എടുക്കടോ. ഏട്ടാ, മോളിത് എവിടെയാ? ഞാൻ കൽത്തോട്ടത്തിലുണ്ടല്ലോ. കൽത്തോട്ടത്തിലോ? അല്ല, ഞാൻ അവിടെ ഇപ്പൊ വിളിച്ചിരുന്നല്ലോ. അത് പിന്നെ ഞാനൊരു
എടോ താൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു? ഞാനൊരു മെഡിക്കൽ സ്റ്റോർ വരെ വന്നതാ, കയ്യിൽ പെരട്ടാൻ ഒരു ഓയിന്റ്മെന്റ് വാങ്ങാൻ. അത് അപ്പുവിനോട് പറഞ്ഞാ പോരായിരുന്നോ? അല്ലെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതിയായിരുന്നല്ലോ, ഞാൻ മേടിച്ചോണ്ട് വരില്ലേ? ആ അതുകൊട്ടെ, ഏത് മെഡിക്കൽ ഷോപ്പിലാ നിൽക്കുന്നത്? അയ്യോ, അത് ഇപ്പൊ ഒരു ലൈം ജ്യൂസ് കുടിക്കാൻ കയറിയതാ. എവിടെ? അത് ഈ ബൈപ്പാസിലുള്ളൊരു കോഫി ഷോപ്പില്. ഏത് കോഫി ഷോപ്പ്? പേര് പറ, എനിക്കറിയാലോ. അത് സിൽവർ സ്പൂൺ. പൂജ, കൂടെ ആരാ ഉള്ളേ? ശരത്തേട്ടനുണ്ട്. ശരി, നടക്കട്ടെ. ഏട്ടനോട് കള്ളം പറയാനാ പാട്. എന്നിട്ടിപ്പോ പറഞ്ഞല്ലോ. എന്നെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതല്ലേ? ആര്? ഒരു കള്ളൻ അല്ലത് പിന്നാരാ? സിദ്ധുവേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടു പോവാനായിരിക്കും കൽത്തോട്ടത്തിലേക്ക് വന്നത്. എടോ, എന്തെങ്കിലും കള്ളം പറഞ്ഞ് കുറച്ച് ദിവസം അവിടെ നിക്കാൻ നോക്ക്. എന്തിന്? അല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാലോ. അതെ, എന്നെ അവിടെ ഡിസൈൻ വർക്ക് പഠിപ്പിക്കാനാ കൊണ്ടിരുത്തിയിരിക്കുന്നെ. ഓ പിന്നെ ഒരു ഡിസൈൻ വർക്ക്. കഴുകി.